ഹായ് ഓൾ, ഇറ്റ്സ് മീ ആദർശ്. വെൽക്കം ബാക്ക് ടു മലബാർ ട്രേഡർ. ഇപ്പോൾ ഇന്ന് മൺഡേ ആണ്. ഇന്നത്തെ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നോക്കി നോക്കാം നമുക്ക്. മാർക്കറ്റ് ജസ്റ്റ് ഓപ്പൺ ആയി കുറച്ച് നേരമായി. സമയം 9:53, 10 മണി ആവാനായിട്ടുണ്ട്. സോ ഇന്ന് ഹയർ ടൈം ഫ്രെയിം നോക്കുകയാണെങ്കിൽ 50 മിനിറ്റിലൊക്കെ ഉള്ളൊരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ആയത് തന്നെ. ഏകദേശം ഈ ഒരു ഏരിയയൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ മേലെയാണ് മാർക്കറ്റ് ഓപ്പൺ ആയത് തന്നെ. സോ രാവിലെ തന്നെ താഴേക്ക് വരാനുള്ള അത്യാവശ്യം ലിക്വിഡിറ്റി കളക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ലിക്വിഡിറ്റി കളക്ട് ചെയ്തതിന് ശേഷം താഴെ വന്നിട്ട് ഫസ്റ്റ് 50 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആയിട്ട് ആ ഫസ്റ്റ് 50 മിനിറ്റ് ക്യാൻഡിലിൻ്റെ ലോ ഉണ്ട് ഈ ഒരു ഏരിയ. ആ ഒരു ഏരിയ ടാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മോർണിംഗ് ഓപ്പൺ ആയ സമയത്ത് അപ്സൈഡിലുള്ള ഒരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്ത് താഴേക്കാണ് വരേണ്ടത്. അത് താഴേക്ക് തന്നെ വന്നിട്ട് പിന്നെ താഴെ ഇന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ലിക്വിഡിറ്റി ഏരിയ ഉടനെ തന്നെ ടാപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് രണ്ട് സൈഡിലെ ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. നിലവിൽ ഇപ്പോൾ താഴെ ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് എൻട്രി ഓപ്പർച്യൂണിറ്റി അപ്പ് സൈഡിലേക്കായിരിക്കും. ഓക്കെ, സോ 1 മിനിറ്റിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രീമിയത്തിൻ്റെ മൊമെൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വാച്ച് ചെയ്ത് നോക്കി നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇന്നിപ്പോൾ നിഫ്റ്റി ATM ആയിട്ടുള്ള കോൾ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ 25,500 500 ഒരുപാട് താഴെയുള്ളതാണ്. അതിൻ്റെ ആവശ്യമില്ല നമുക്ക്. 25,800 നാളെ അല്ലേ എക്സ്പയറി ഡേ? ഇന്ന് മൺഡേ അല്ലേ? നാളെ എക്സ്പയറി ഡേ ആണ്. അതുകൊണ്ട് നമുക്കൊരു 750 അല്ലെങ്കിൽ 800 നോക്കാം. സോ 25,800 കോൾ ഓപ്ഷൻ. അതേപോലെ പുട്ട് ഓപ്ഷൻ്റെ നമുക്ക് നോക്കി നോക്കാം. വേറൊരു ടാബ് എടുത്തിട്ട് ഈ സെയിം സാധനം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഇതിൽ പുട്ട് ഓപ്ഷൻ 25,800 850. പുട്ട് ഓപ്ഷൻ്റെ നമുക്ക് 850 നോക്കാം. 25,850 25,850 പുട്ട് ഓപ്ഷൻ. ഓക്കെ, ഇതിൽ രണ്ടിലും വലിയ മൊമെൻറ്റും കാര്യങ്ങളൊന്നും കാണുന്നില്ല. പുട്ട് ഓപ്ഷനും ഒരു സൈഡ് വൈസ് പോലെയാണ്, കോൾ ഓപ്ഷനും ഒരു സൈഡ് വൈസ് പോലെയാണ്. കോൾ ഓപ്ഷൻ പക്ഷേ ഇതിൽ അത്യാവശ്യം താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇതിൽ ഈ ഫസ്റ്റ് ഹാൻഡിൻ്റെ ലോയെ ബ്രേക്ക് ചെയ്യാത്തുള്ളൂ. ബാക്കിയൊക്കെ ഏകദേശം ഒരേപോലെയൊക്കെ തന്നെയാണ്. ഫസ്റ്റ് ഹാൻഡിൽ പിന്നെ ഭയങ്കര മൊമെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചാർട്ടിൽ നിഫ്റ്റിൻ്റെ സ്പോട്ടിലും പ്രീമിയത്തിലൊക്കെ വേറെ വേറെ രീതിയിലൊക്കെ ആയിരിക്കും വരിക. അത് കുഴപ്പമില്ല. ബാക്കിയുള്ളതിൻ്റെത് നോക്കിയാൽ മതി നമ്മൾ. സ്റ്റിൽ കോൾ ഓപ്ഷനിലൊരു മൊമെൻറ്റം കാണുന്നില്ല. വളരെ കുറവായിട്ടാണ് തോന്നണത്, ഫീൽ ചെയ്യണത്. ബട്ട് എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. നല്ലൊരു എൻട്രി വരികയാണെങ്കിൽ ഞാൻ പറയുന്നുണ്ട്. നിലവിലിപ്പം കോളിലാണുള്ളത്. അപ്പ് സൈഡിലേക്കാണ് എൻട്രി നോക്കുന്നത്. കുഴപ്പമില്ല, ഒരു എൻട്രി വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഒരു എൻട്രി കൺസിഡർ ചെയ്യാം, കുഴപ്പമില്ല. കോൾ ഓപ്ഷനിൽ തന്നെ 25,800 കോൾ ഓപ്ഷനിൽ ഒരു എൻട്രി നോക്കാം. 25,800 കോൾ ഓപ്ഷൻ വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്യാം. ബൈ 390 ക്വാണ്ടിറ്റി. കവർ ഓർഡർ അല്ല, നമുക്ക് ബ്രാക്കറ്റ് ഓർഡർ ഇടാം. ബ്രാക്കറ്റ് ഓർഡർ ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രാക്കറ്റ് ഓർഡറിൽ ഇത് കാണിച്ചു തരാൻ എങ്ങനെ എൻട്രി മോഡിഫൈ ചെയ്യാനുള്ള ടാർഗറ്റ് സ്റ്റോപ്പ് ലോസും. ടാർഗറ്റ് നമുക്കൊരു 50 കൊടുക്കുക. അത് വെറുതെ കൊടുക്കണതാണ്. ഇത് 6 പോയിൻ്റ് SLയും കൊടുത്തിട്ടുണ്ട്, 50 പോയിൻ്റ് ടാർഗറ്റും കൊടുത്തിട്ടുണ്ട്, മാർക്കറ്റ് ഓർഡർ എടുത്തിട്ടുണ്ട്. എൻട്രി ഇനി വരുമോ എന്നുള്ളത് സംശയമാണ്. ഒരാൾ കമൻറ്റിൽ ചോദിച്ചാണ് ഇനി ബ്രാക്കറ്റ് ഓർഡർ എടുത്തതിന് ശേഷം അതിൽ ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് എങ്ങനെയാണ് മോഡിഫൈ ചെയ്യാനുള്ളത്. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ബ്രാക്കറ്റ് ഓർഡർ എടുക്കുന്നതെന്നുള്ളൂ. സാധാരണ ഞാൻ കവർ ഓർഡറാണ് എടുക്കൽ. ഇന്നും കവർ ഓർഡർ എടുക്കാൻ തന്നെയാണ് പ്ലാൻ. പക്ഷേ കമൻറ്റിൽ ഇങ്ങനെ വന്നുകൊണ്ട് മാത്രമാണ് ബ്രാക്കറ്റ് ഓർഡർ എടുക്കുന്നത്. ഒറ്റ എൻട്രി അങ്ങനെ എടുത്തിട്ട് അത് കാണിച്ചു തരും. അതിനുശേഷം പിന്നെ കവർ ഓർഡർ നിൽക്കും. സോ നമ്മൾ എൻട്രി ഈ ഒരു ഏരിയ അത്യാവശ്യം നല്ലൊരു ഏരിയ ആണ്. ഇനി അവിടെ പക്ഷേ ടാപ്പ് ചെയ്ത് പോയി. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഒരു ഏരിയ നോക്കണമെങ്കിൽ ഇവിടെ എങ്ങാനും ടാപ്പ് ചെയ്യേണ്ടി വരും. അവിടെ ടാപ്പ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ലിക്വിഡിറ്റി ഏരിയയിലേക്ക് അതിനകത്ത് പോയിൻറ്റ്സ് ഇല്ലാതെ ഒരു 30 പോയിൻ്റ് ഉള്ളൂ. 30 പോയിൻ്റ് കുഴപ്പമില്ല. ചെറിയൊരു സ്കാൽപ്പിംഗ് എന്നുള്ള രീതിയിലേക്ക് കണ്ടാൽ മതി. കറക്റ്റ് 1:5 ഒന്നും കിട്ടില്ല. 30 പോയിൻ്റ് ആകുമ്പം ചെറിയ പോയിൻ്റേ കിട്ടുള്ളൂ. ബട്ട് സ്റ്റിൽ
എന്തായാലും ഞാൻ വെയിറ്റ് ചെയ്ത് നോക്കട്ടെ, നല്ല എൻട്രി വരികയാണെങ്കിൽ ഞാൻ പറയാം. ഓക്കെ, നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച ഏരിയ ടാപ്പ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ്. സോ നമുക്ക് എൻട്രി എടുക്കാം, നേരത്തെ പ്ലാൻ ചെയ്ത് എൻട്രി എടുക്കാം. ഫ്ലാറ്റ് ട്രേഡിൽ ബൈ കൊടുക്കാം. എൻട്രി ഇവിടെ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഓപ്ഷനില്ല, കറക്റ്റ് അവിടെ ടാപ്പ് ചെയ്ത സമയത്ത് നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ നമ്മളെ എൻട്രി വന്നത് 93.2 എൻട്രി വന്നത്. 93.2 എന്ന് പറയുമ്പോൾ ഏകദേശം 93.4. ഓക്കെ, 93.2 വരുമ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ എൻട്രി വന്നത്. ടാർഗറ്റ് വലിയ ടാർഗറ്റാണ്, 50 പോയിൻ്റൊക്കെയാണ് അതിനകത്ത് ബ്രാക്കറ്റോടുള്ള ടാർഗറ്റ് വെച്ചത്. SL കറക്റ്റ് 6 പോയിൻ്റ് തന്നെ. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. ടാർഗറ്റ് എന്ന് പറഞ്ഞത്, ടാർഗറ്റ് ഞാൻ ബ്രാക്കറ്റ് ഓർഡറിൽ വെറുതെ ഒരു 50 പോയിൻറ്റ്സ് വെച്ചെന്നേ ഉള്ളൂ. അത് എങ്ങനെയാണ് മോഡിഫൈ ചെയ്യുക, ഓർഡർ കാണിക്കാൻ വേണ്ടിയിട്ട് ടാർഗറ്റ് ഞാൻ സാധാരണ സെറ്റ് ചെയ്യില്ല, കവർ ഓർഡറാണ് എടുക്കൽ, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇത് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതേ ഉള്ളൂ. അപ്പോൾ 50 പോയിൻറ്റിൽ ഇവിടെ ഈ ഒരു റേഞ്ചിലായിരിക്കും നമ്മളെ ടാർഗറ്റ് വന്നിട്ടുണ്ടാവുക, ഓർഡർ വന്നിട്ടുണ്ടാവുക. നമുക്ക് നോക്കി നോക്കാം, അത് നോക്കിയിട്ട് മോഡിഫൈ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. സോ നമ്മൾ എൻട്രി കറക്റ്റ് ഏരിയ തന്നെയാണ്, അവിടെ ടാപ്പ് ചെയ്ത് എൻട്രി എടുത്ത് വീണ്ടും അതിൻ്റെ താഴേക്ക് വരുന്നുണ്ട്. പ്രീമിയത്തിൽ അത്ര അങ്ങോട്ട് വരുന്നില്ല. അത് നല്ലൊരു സിഗ്നലാണ്, ഒരു ഡൈവർജൻസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ. ഓക്കെ, എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഞാൻ പെട്ടെന്ന് തന്നെ അത് പറഞ്ഞുതരാം, മറ്റേ മോഡിഫൈ ചെയ്യുന്ന സംഭവം. നമ്മൾ എൻട്രി ബ്രാക്കറ്റ് ഓർഡർ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ 2 രീതിയിൽ എൻട്രി, ട്രിഗർ പെൻഡിങ്ങും ഓപ്പൺ എന്ന് പറഞ്ഞാൽ. ഈ ട്രിഗർ പെൻഡിങ് ആണ് ഇത് എന്താ പറയുക, നോട്ടിഫിക്കേഷനാണ്, അതുപോട്ടെ. അപ്പോൾ 2 രീതിയിൽ എൻട്രി ഓർഡർ വരിക. ട്രിഗർ പെൻഡിങ് എന്ന് പറഞ്ഞാണ് SL ഓർഡർ, ഈ ഓപ്പൺ എന്ന് പറഞ്ഞത് ടാർഗറ്റ് ഓർഡറാണ്. അപ്പോൾ 2 ടാർഗറ്റ് ഓർഡറും 2 SL ഓർഡറാണ് നമുക്ക് ഇതിൽ വന്നത്. ഇടയ്ക്ക് ഒരു കണ്ണ് ഇവിടെ വേണം നമ്മൾ എൻട്രിയിൽ, ട്രേഡ് എന്താണെന്നുള്ളതിൽ. ഓക്കെ, സോ ഇത് മോഡിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ടാർഗറ്റ് ഓർഡർ മോഡിഫൈ ചെയ്യണമെങ്കിൽ ഈ ഓപ്പണിൽ പോയിട്ട് ഓപ്പൺ ഓർഡറിൻ്റെ അവിടെ പോയി ക്ലിക്ക് ചെയ്തിട്ട് മോഡിഫൈ കൊടുക്കണം. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ടാർഗറ്റ് ഓർഡർ മോഡിഫൈ ചെയ്യാം. അതിലൊരു പ്രൈസിൻ്റെ അവിടെ പോയിട്ട് നമുക്ക് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇഷ്ടമുള്ള പ്രൈസ് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ അത് വന്നത് 133 133 വരുമ്പോൾ കുറച്ചുകൂടെ താഴെ. നമ്മൾ 50 പോയിൻറ്റിലാണ് ടാർഗറ്റ് കൊടുത്തത്, പക്ഷേ 50 അല്ല വന്നത്, ഓൾമോസ്റ്റ് ഒരു 40 പോയിൻറ്റിൻ്റെ റേഞ്ചിലാണ് വന്നത്. കറക്റ്റ് 40 പറഞ്ഞാൽ 133.2 ആണ് വേണ്ടത്. ഏകദേശം ആ റേഞ്ചിലാണ് നമ്മുടെ ടാർഗറ്റ് വന്നത്. അത് ചെറിയ മിസ്റ്റേക്കാണ്, ഇതിൽ വരുന്നൊരു മിസ്റ്റേക്കാണ്, ഒരു ഗ്ലിച്ചാണ്. അത് കുഴപ്പമില്ല, ടാർഗറ്റ് എത്രയിൽ വന്നാലും നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് മോഡിഫൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ടാർഗറ്റ് നമുക്ക് മോഡിഫൈ ചെയ്തിട്ട് 50 പോയിൻറ്റ്സിലേക്ക് തന്നെ വെക്കണമെന്നുണ്ടെങ്കിൽ 143.2 ആയിരിക്കും 50 പോയിൻ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ പോയിട്ട് 143.2 അടിച്ചു കൊടുക്കാം. എന്നിട്ട് മോഡിഫൈ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ 40 പോയിൻറ്റിലുള്ള ടാർഗറ്റ് നമ്മൾ വെച്ച പോലെ തന്നെ 50ലേക്ക് മാറുന്നത്. അപ്പോൾ ഇവിടെ കാണാം 143.2, ആദ്യത്തെ 133.15 ആണ്. അത് മാറ്റി നമ്മൾ 143.2ലേക്ക്. ഇനി അടുത്ത ഓർഡർ മോഡിഫൈ ആണെങ്കിൽ അതും അതേപോലെ തന്നെ ആക്കാം. ഇതിപ്പോൾ ഓർഡർ സ്പ്ലിറ്റ് ആയിട്ടാണ് വന്നത്, 130, 260 ആയിട്ട് വേറെ 2 ഓർഡർ ആയിട്ടാണ് വന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ മാറ്റി കൊടുക്കേണ്ട ആവശ്യം വന്നത്. അപ്പോൾ അടുത്ത ഓപ്പൺ ഓർഡർ മാറ്റിയിട്ട് 143.2 അടിച്ചിട്ട് മോഡിഫൈ കൊടുത്താൽ 2 ഓർഡറുമായി. ഇനിയിപ്പോൾ ടാർഗറ്റ് ഓർഡർ കംപ്ലീറ്റ് ആയിട്ട് അവിടേക്ക് മോഡിഫൈ ആയിട്ടുണ്ട്. ഇനി മാർക്കറ്റ് മേലെ പോയിട്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ടാർഗറ്റിൽ എക്സിറ്റ് ആയിക്കോളും. ഇനി SL നോക്കുകയാണെങ്കിൽ SL കറക്റ്റായിട്ടാണ് വന്നത്, 87.2 ഉണ്ടാവുക. നമുക്ക് നോക്കി നോക്കാം. ഇവിടെ പോയി മോഡിഫൈ കൊടുക്കുകയാണെങ്കിൽ 87.2 കറക്റ്റായിട്ട് തന്നെയാണ്, 6 പോയിൻ്റാണ് വന്നത്. പക്ഷേ അതിൽ ഒരു പ്രൈസ് എന്ന് പറഞ്ഞാൽ 2 കോളംസ് ഉണ്ടാവും, പ്രൈസും ട്രിഗറും എന്ന് പറഞ്ഞിട്ട്. അത് എന്താണ് 2 എന്നുള്ളത് ഞാൻ പഴയ അധികം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പറയാനാണെങ്കിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ടാവും. ഇവിടെ ഒരുപാട് ഓർഡർ ടൈപ്സൊക്കെ ഉണ്ട്, മാർക്കറ്റ് ഓർഡർ, ലിമിറ്റ് ഓർഡർ, SL മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ വേറൊരു വീഡിയോ ചെയ്യാം. ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്, വേണമെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ ഞാൻ വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇതിലിപ്പോൾ തൽക്കാലം നമ്മൾ മനസ്സിലാക്കേണ്ടത് ട്രിഗർ പ്രൈസ് എത്രയാണോ വേണ്ടത് കറക്റ്റ് വെക്കുക, അതിനെക്കാട്ട് കുറച്ച് കുറവിൽ പ്രൈസും വെക്കുക. സോ ഇതിപ്പോൾ നമുക്ക് 87.2 അപ്പോൾ നമുക്ക് മോഡിഫൈ ചെയ്തിട്ട് കുറച്ച് മേലേക്ക് കൊണ്ടുവെക്കണമായിരിക്കും, ഒരു 88 കൊണ്ടുവെക്കണമെന്ന് വിചാരിക്കാം. മാർക്കറ്റ് ഇപ്പോൾ കുറച്ച് മേലേക്ക് കയറി ഇവിടേക്ക് എത്തിയാൽ നമുക്ക് വേണമെങ്കിൽ കോസ്റ്റിലേക്കോ അല്ലെങ്കിൽ അതിൻ്റെ മേലേക്ക് കൊണ്ടുവെക്കാം. പക്ഷേ ഇപ്പോൾ നമുക്ക് കോസ്റ്റിലേക്ക് കൊണ്ടുവെക്കാൻ പറ്റില്ല. മാർക്കറ്റ് പ്രോഫിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ കോസ്റ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇപ്പോൾ മാർക്കറ്റിൽ എത്രയിലാണുള്ളത് അതിൻ്റെ താഴെ നമുക്ക് പ്രൈസ് SL വെക്കാൻ പറ്റുള്ളൂ. സോ ഒരു 88 വെക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ മാറ്റിയിട്ട് 88 അടിച്ചു കൊടുക്കുക. എന്നിട്ട് മോഡിഫൈ കൊടുത്താൽ, അല്ലെങ്കിൽ ഇത് മാറ്റി കൊടുക്കുക. ഇത് വേണമെങ്കിൽ 86.25 മതി, അല്ലെങ്കിൽ 86 അല്ലെങ്കിൽ 87 അത്ര വേണം കൊടുക്കുക. ഈ 88 താഴെയുള്ള ഏതെങ്കിലും ഒരു നമ്പർ കൊടുത്താൽ മതി, 2-3 പോയിൻറ്റ് താഴെയായിട്ട് എവിടെയെങ്കിലും കൊടുത്താൽ മതി. നമ്മളെ സ്പോട്ട് ചാർട്ടിൽ SL അടിച്ചിട്ടുണ്ട്, പ്രീമിയത്തിൽ താഴേക്ക് വരുന്നുണ്ട്.
തൽക്കാലം ഇപ്പം വേണമെങ്കിൽ നമുക്ക് മോഡിഫൈ ചെയ്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഒരു പോയിൻ്റ് അല്ല, വേണമെങ്കിൽ മോഡിഫൈ ചെയ്ത് കാണിച്ച് തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് മോഡിഫൈ ചെയ്യുക ഓർഡർ. ഇതടിച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി, മോഡിഫൈ ആയിക്കോളും. ഇപ്പോൾ ആ ഒരു ഓർഡർ മോഡിഫൈ ആയിട്ടുണ്ട്. ഇനി അടുത്തൊരു SL ഓർഡർ കൊടുക്കും. ഇപ്പോൾ 130 ക്വാണ്ടിറ്റി മാത്രമേ ആയിട്ടുള്ളൂ. അത് 88-ലും 86-ലും എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ 88 എത്തിക്കഴിഞ്ഞാൽ ട്രേഡ് എക്സിറ്റ് ആവും. ഇനി അടുത്ത ട്രിഗർ പെൻഡിങ് കൂടെ മാറ്റിയിട്ട് നമുക്ക് 88-ലേക്ക് കൊടുക്കാം. ട്രിഗറിൽ നമുക്ക് എത്രയാണോ വേണ്ടത് SL അവിടെ കൊടുക്കാം. പ്രൈസിൽ പോയിട്ട് കുറച്ച് അതിനെക്കാട്ടും 1-2 പോയിൻറ്റ് താഴെയുള്ളൊരു പ്രൈസും കൊടുക്കാം. എന്നിട്ട് മോഡിഫൈ ചെയ്യാം. അപ്പം അത് മോഡിഫൈ ആയിട്ട് പുതിയ SLലേക്ക് വന്നോളും. അത് മാർക്കറ്റ് പ്രോഫിറ്റിലേക്ക് വരുന്നത് ട്രയൽ ചെയ്യണമെങ്കിലൊക്കെ ആ രീതിയിൽ ചെയ്താൽ മതി. ടാർഗറ്റും SLും നമുക്കിങ്ങനെ കൂട്ടി കൊണ്ടുവരാൻ പറ്റും. ഞാൻ ട്രയൽ ചെയ്യില്ല, ഞാൻ ഒന്നെങ്കിൽ SL അല്ലാന്നുണ്ടെങ്കിൽ പ്രോപ്പർ ടാർഗറ്റിൽ എക്സിറ്റ് ആ രീതിയിൽ ചെയ്യൽ. 88 ടാപ്പ് ചെയ്തിട്ടുണ്ട് ഇതിൽ. പക്ഷെ നമ്മൾ മോഡിഫൈ ചെയ്യണതിൻ്റെ തൊട്ട് മുന്നെയാണ് കൊണ്ട് അടിച്ചത്, അതുകൊണ്ട് നമ്മളെ SL അടിച്ചില്ല. നമ്മൾ 88ലേക്ക് കൊണ്ടുവച്ചതിന് ശേഷമാണ് അതൊരു വിക്ക് വന്നതെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ SL അടിച്ചിട്ടുണ്ടാവും. ഇനി ഇതിപ്പോൾ അവിടെ ഒരു വിക്കി മേലേക്ക് പോയതിന് ശേഷമായിരിക്കും നമ്മൾ മോഡിഫൈ ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ടാണ് അടിക്കാത്തത്. കുഴപ്പമില്ല, അതിൻ്റെ അടുത്തേക്ക് ഇപ്പോൾ ഏകദേശം അടിച്ചിട്ടുണ്ടാവും. എത്ര അടിച്ചെന്നുള്ള നമുക്ക് പോയി നോക്കാം. 2000 സാധാരണ 2300 വരലെന്ന് ഒരു പൊടിക്ക് മേലേക്ക് കയറ്റി വെച്ചുകൊണ്ട് ട്രയൽ ചെയ്തുകൊണ്ട് ഒരു 300 രൂപ വ്യത്യാസമുണ്ട് SL. സോ കറക്റ്റ് 88-ലാണ് ഇത് വന്നത്. ഇത് കറക്റ്റ് 88-ലൊന്നും ഒരിക്കലും മിക്കവാറും വരിക ഒന്നെങ്കിൽ 88 അല്ലെങ്കിൽ 88-ന് താഴെയുള്ള ഏതെങ്കിലും വാല്യൂക്കും. വളരെ അപൂർവമായിട്ട് ചിലപ്പോൾ 88-ൻ്റെ മേലെയും വരാം. സോ ആ രീതിയിലൊക്കെ ആയിരിക്കും SL വരിക. ഇതിപ്പോൾ എന്തായാലും കറക്റ്റ് 88-ൽ തന്നെയാണ് വന്നത്. 2 ഓർഡറും കംപ്ലീറ്റ് 88-ൽ എക്സിറ്റ് ആയിട്ടുണ്ട്. സോ നമ്മൾ ഫസ്റ്റ് ട്രേഡ് കഴിഞ്ഞു. ബ്രാക്കറ്റ് ഓർഡർ എങ്ങനെയാണ്, ടാർഗറ്റ് എങ്ങനെ മോഡിഫൈ ചെയ്യുക, SL എങ്ങനെ മോഡിഫൈ ചെയ്യാമെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി കറക്റ്റ് നമ്മൾ ടിപ്പിലടിച്ചിട്ടാണ് വരുന്നത്. ടിപ്പിലാണ് SL അടിച്ചത്. ഇനി താഴേക്ക് വരുന്ന മേലേക്ക് വരുമെന്ന് അറിയില്ല. എന്തായാലും ഇനി നല്ലൊരു ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ ഞാൻ പറയണ്ട, ഇനിയും മേലേക്ക് അപ്സൈഡിലേക്ക് തന്നെ ആയിരിക്കും എൻട്രി ഓപ്പർച്യൂണിറ്റി നോക്കുന്നത്. കാരണം ഞാൻ രാവിലെ പറഞ്ഞല്ലോ, താഴെ ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അതുകൊണ്ട് മേലേക്ക് തന്നെയാണ് എൻട്രി നോക്കുക. ഇനി മേലെ പോയിട്ട് മേലുള്ള ഏതൊരു ലിക്വിഡിറ്റി ടാപ്പ് സ്ട്രോങ് ആയിട്ടുള്ള ഏതൊരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്താൽ മാത്രമേ താഴേക്ക് ഒരു എൻട്രി നോക്കുകയുള്ളൂ. അതുവരെ വ്യൂ കംപ്ലീറ്റ് ബുള്ളിഷ് തന്നെ ആയിരിക്കും. ഡയലോ ഒക്കെ ടാപ്പ് ചെയ്തിട്ട് നിൽക്കുന്നതാണല്ലോ, അത്യാവശ്യം നല്ല ലിക്വിഡിറ്റി. ഡയലോ ടാപ്പ് ചെയ്ത് നിൽക്കുന്നു, അതായത് ഫസ്റ്റ് 50 മിനിറ്റ് ക്യാൻഡിലൊക്കെ ലോ ടാപ്പ് ചെയ്തിട്ട് നിൽക്കുന്നുണ്ട്, ലിക്വിഡിറ്റി കളക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഓവറോൾ മാർക്കറ്റ് അത്യാവശ്യം ബുള്ളിഷുമാണ്. സോ ഈ കാരണങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് മേലേക്ക് തന്നെ ആയിരിക്കും എൻട്രി നോക്കേണ്ടത്. എന്തായാലും ഞാൻ വെയിറ്റ് ചെയ്ത് നോക്കട്ടെ, എൻട്രി വരുന്ന സമയത്ത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളെ മറ്റേ ട്രേഡ് ഇവിടെ ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. നിഫ്റ്റിയിൽ സ്പോട്ടിൽ നമ്മൾ വെച്ച ടാർഗറ്റ് ഏരിയ ടാപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മളെ ട്രേഡ് SL ടിപ്പിലടിച്ചിട്ടാണ് പോയത്. ഇവിടെ നേരത്തെ രാവിലെ എടുത്ത ട്രേഡ്, ഫസ്റ്റ് ട്രേഡ് SL കറക്റ്റ് ടിപ്പിലടിച്ച് 2000 രൂപ ലോസ് എന്നിട്ടാണ് ടാർഗറ്റിലേക്ക് കയറിപ്പോയത്. പക്ഷേ നമുക്ക് കുഴപ്പമില്ല, നമ്മൾ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്തു. നല്ലൊരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്യുമ്പം ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി നോക്കി, ലോവർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി നോക്കി, രണ്ടിൻ്റെയും മൊമെൻ്റ് നോക്കി എല്ലാം കണ്ടിട്ട് മേലേക്കാണെന്ന് വ്യൂ കിട്ടിയത്. ആ മേലേക്ക് കിട്ടിയ വ്യൂവിനനുസരിച്ച് പ്രോപ്പറായിട്ടുള്ളൊരു ഏരിയയിൽ നിന്ന് എൻട്രി എടുത്തു. അത് SL അടിച്ചു, ടാർഗറ്റിലേക്ക് പോയി. പക്ഷെ അത് നമുക്ക് വിഷയമുള്ള കാര്യമില്ല. SL ഇപ്പോൾ ടിപ്പിലടിച്ച് ടാർഗറ്റിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വേണമെങ്കിൽ മാർക്കറ്റിൽ വരാം. ശരിക്കും മാർക്കറ്റിൽ നമ്മൾ ഒരുപാട് കൊല്ലം എടുത്തിട്ടും പ്രോഫിറ്റബിൾ ആവുന്നില്ല ഒക്കെ കേൾക്കലല്ലോ. അതിലൊക്കെ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജി പഠിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊന്നുമല്ല. അത് കംപ്ലീറ്റ് ഇങ്ങനെയുള്ള ഇതുപോലുള്ള കേസ് ഹാൻഡിൽ ചെയ്യാനാണ് ആളുകൾക്ക് ഒരുപാട് സമയം എടുക്കുന്നത്. 1 കൊല്ലം 5 കൊല്ലം 10 കൊല്ലം ഒക്കെ എടുത്തിട്ടും പ്രോഫിറ്റബിൾ ആവാനുള്ള മെയിൻ റീസൺ ഇതുപോലത്തെ ഓരോ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അത് ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, എക്സാമ്പിളല്ല കാര്യമായിട്ടുള്ള ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു എൻട്രി എടുത്തിട്ട് അത് കറക്റ്റായിട്ട് മെല്ലെ ഇങ്ങനെ ടാർഗറ്റിലേക്ക് കയറുന്നു, ടാർഗറ്റ് അടിച്ചു, അങ്ങനെ നിൽക്കുന്നു. അത് നമുക്ക് വലിയ പ്രശ്നമുള്ള കാര്യമില്ല. എൻട്രി എടുക്കുന്നു, പ്രോപ്പറായിട്ടുള്ള ടാർഗറ്റ് വെച്ച് ടാർഗറ്റ് അടിക്കുന്നു, മാർക്കറ്റ് അവിടെ തന്നെ നിൽക്കുന്നു. നമ്മൾ നോർമലായിരിക്കും, നമുക്ക് ഓവർ ഇമോഷൻസ് കാര്യങ്ങളൊന്നും വരില്ല. ഏതൊരാൾക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അതേപോലെ നമ്മളൊരു ട്രേഡ് എടുത്ത് താഴേക്ക് വന്ന് ട്രേഡിങ്ങിനെ പറ്റി അത്യാവശ്യം അറിയുന്ന ഒരാളാണ്, SL ഒക്കെ വരും, SL എന്തായാലും ട്രേഡിങ്ങിൻ്റെ ഭാഗമാണെന്നൊക്കെ അറിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രേഡ് എടുക്കുന്നത്, താഴെ വരുന്ന SL അടിക്കുന്നു, മാർക്കറ്റ് അവിടെ ഇങ്ങനെ താഴേക്ക് തന്നെ ഇങ്ങനെ പോകുന്നു. അപ്പോഴും കുഴപ്പമുണ്ടാവില്ല, വലിയ പ്രശ്നം ഉണ്ടാവില്ല. എന്താ ഇപ്പോൾ പ്രോപ്പറായിട്ട് എൻട്രി എടുത്ത് SL അടിച്ചു, താഴേക്ക് വന്ന് ഒരു പ്രശ്നമില്ലല്ലോ. ടാർഗറ്റ് അങ്ങനെ അടിച്ചാലും കുഴപ്പമില്ല, SL അങ്ങനെ അടിച്ചാലും കുഴപ്പമില്ല. പക്ഷേ അതിന് പുറത്തേക്ക് ഓരോരോ സ്പെഷ്യൽ കേസസ് വരുമ്പോൾ, ഇപ്പോൾ ഇന്നത്തെ ഈ കേസ് പോലത്തെ, അതായത് എൻട്രി എടുത്തു, ടിപ്പിൽ SL അടിച്ച് ടാർഗറ്റിൽ പോയി, അപ്പോൾ നമ്മുടെ മൈൻഡിൽ ഓട്ടോമാറ്റിക്കായിട്ട് വരും അടുത്ത ട്രേഡ് എടുക്കുമ്പോൾ SL കുറച്ച് ഇവിടെ കൊണ്ടുവെക്കാം. അപ്പോഴായിരിക്കും മാർക്കറ്റ്
താഴേക്ക് വന്നിട്ട് ഇവിടെ അടിച്ച് പോകണത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കുറച്ചുകൂടെ കൊണ്ടുവെക്കും അടുത്ത ട്രേഡിൽ. അപ്പോഴായിരിക്കും ചിലപ്പോൾ താഴേക്ക് ഇങ്ങനെ വരുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്തിനാ ഇപ്പോൾ ഇത്ര വെച്ച്, ഫസ്റ്റ് ഇത്ര തന്നെ വെച്ചാൽ മതിയായിരുന്നു. പിന്നെ അടുത്ത ട്രേഡ് നമ്മൾ ചിലപ്പോൾ ഇത്ര വെക്കുന്ന സമയത്ത് കറക്റ്റ് എൻട്രി പോയിന്റ് ടാപ്പ് ചെയ്ത് കുറച്ചൊന്ന് താഴേക്ക് വന്നിട്ട് മേലേക്ക് ഉള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിക്കും എത്ര ഒന്നും വെക്കേണ്ട ആവശ്യമില്ലായിരിക്കും, ഇത്രയൊക്കെ തന്നെ വെച്ചാൽ മതി, ചെറിയ SL തന്നെ മതി വിചാരിക്കും. സോ അങ്ങനെ പ്ലാൻ മാറ്റാൻ നിൽക്കും. ഈ SL ടിപ്പിലടിച്ചിട്ട് ടാർഗറ്റിലേക്ക് പോകും. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അതേപോലെ വേറൊരു കേസാണ്, നമ്മുടെ ടാർഗറ്റ്, നമ്മൾ എൻട്രി എടുത്ത് ടാർഗറ്റ് വന്ന് ടാർഗറ്റ് അടിച്ച് നമ്മൾ ഇറങ്ങിയായിരിക്കാം. ഈ ടാർഗറ്റ് അടിച്ച് നമ്മൾ ഇറങ്ങിയതിന് ശേഷം ഉണ്ടാവും മാർക്കറ്റ് കുത്തനെ കയറി പോകണം. അതായത് നമ്മളാകെ എൻട്രി എടുത്തിട്ട് ഇത്ര പോയിൻ്റ് ക്യാച്ച് ചെയ്തിട്ടുണ്ടാവുള്ളൂ. പക്ഷേ മാർക്കറ്റ് ഇവിടുന്ന് ഇത്രയും കയറി ഉണ്ടാവും. അതായത് നമ്മൾ ക്യാച്ച് ചെയ്ത പോയിൻറ്റിനെക്കാട്ടും എത്രയോ ഡബിളോ ട്രിപ്പിളോ ഒക്കെ മേലേക്ക് പോയിട്ടുണ്ടാവും. അപ്പോഴും അതും ഇമോഷൻസിനെ എഫക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാൻസാണ്. ഇപ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും, അടുത്ത പ്രാവശ്യം ട്രയൽ ചെയ്യുക, ഇവിടെ എത്തുന്ന സമയത്ത് എക്സിറ്റ് ചെയ്യേണ്ട, ട്രയൽ ചെയ്ത് കോസ്റ്റ് കോസ്റ്റ് കൊണ്ടുവയ്ക്കുക. ആ സമയത്തായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുക, ട്രേഡ് കറക്റ്റ് ടാർഗറ്റ് അടിച്ചിട്ട് കോസ്റ്റ് കോസ്റ്റ് ഒന്ന് അടിക്കണേ. അപ്പോൾ വീണ്ടും ആകെ ഇമോഷണലായി. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ട് കേസ്. ഒന്ന് SL ടിപ്പിലടിച്ചിട്ട് ടാർഗറ്റിലേക്ക് പോണത്, ഒന്ന് ടാർഗറ്റ് അടിച്ചിട്ട് നിർത്താതെ മാർക്കറ്റ് കുത്തനെ കയറി തന്നെ പോണത്. പിന്നുള്ള കേസ് എന്ന് പറഞ്ഞാൽ ടാർഗറ്റിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ട് തിരിച്ചു വരുന്നൊരു കേസാണ്. അതായത് നമ്മൾ എൻട്രി എടുത്ത് മാർക്കറ്റിന് കയറി പോയിട്ട് ടാർഗറ്റിന് തൊട്ടടുത്ത് എത്തുമ്പോൾ നമ്മൾ ഏകദേശം മൈൻഡിൽ ഉറപ്പിക്കുകയാണ് ടാർഗറ്റ് അടിച്ച് പ്രോഫിറ്റ് കിട്ടി എന്നുള്ള രീതിക്ക്. അങ്ങനെ ഉറപ്പിച്ചിരിക്കുന്നിടത്തു നിന്നായിരിക്കും മാർക്കറ്റ് കുത്തനെ വന്നിട്ട് SL അടിക്കുന്നത്. അതിൽ നമുക്ക് ആകെ ടെൻഷനായി. കാരണം ഇത്രയും പ്രോഫിറ്റ് കിട്ടിയാണ്, 5000, 6000, 10000 പ്രോഫിറ്റ് വന്ന സാധനമാണ്. അത് അറ്റ്ലീസ്റ്റ് ട്രയലെങ്കിലും ചെയ്തേക്കാൻ, അറ്റ്ലീസ്റ്റ് ഇവിടെയെങ്കിലും കൊണ്ടൊക്കെ SL അങ്ങനെയൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അതൊക്കെ വെറും തോന്നല മാത്രം, അതിലൊന്നും അർത്ഥമില്ല. അതൊന്നും നമുക്ക് അങ്ങനെയൊക്കെ ട്രയൽ ചെയ്തുകൊണ്ട് ഓരോ ട്രേഡ് ഒരു ട്രേഡ് അങ്ങനെയായി, ഒരു ട്രേഡ് ഇങ്ങനെയായി എന്നുള്ളതിൻ്റെ പേരിൽ നമ്മൾ സ്ട്രാറ്റജിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരുത്താൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് അതിനെ നേരം ഉണ്ടാവുള്ളൂ. നമുക്ക് ലോങ് ടേമിലേക്ക് അത് കൊണ്ടുപോകാൻ കഴിയില്ല, പ്രോഫിറ്റബിളായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയില്ല. അത് ഓവറായിട്ട് ഇമോഷണൽ ആവുകയും ചെയ്യും. അതിൻ്റെ പേരിൽ നമ്മൾ ഓവർ ട്രേഡിങ്ങും മറ്റേതൊക്കെ ചെയ്ത് ഫുള്ള് ലോസ് വരുത്തുള്ളൂ. സോ ഇങ്ങനെയുള്ള സ്പെഷ്യൽ കേസ് ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ ട്രേഡിങ്ങിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പുള്ളൊരു കാര്യമാണ്. സ്പെഷ്യൽ കേസ്, നോർമൽ കേസ് ആർക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സ്പെഷ്യൽ കേസ് ഹാൻഡിൽ ചെയ്യാനാണ് കുറച്ച് ബുദ്ധിമുട്ട്. ഓക്കെ, സോ നമുക്ക് ഇനി വേറെ ട്രേഡൊന്നും ഇതുവരെ വന്നില്ല. സ്റ്റിൽ വെയിറ്റിംഗ് ആണ്. മാർക്കറ്റ് രാവിലെ ഞാനൊരു ലിക്വിഡിറ്റി ഏരിയ മേലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു 50 മിനിറ്റിൻ്റെ അത് ടാപ്പ് ചെയ്ത് താഴേക്ക് വന്ന്, പിന്നെ ഫസ്റ്റ് 50 മിനിറ്റ് ഞാൻ എൻ്റെ ലോ ടാപ്പ് ചെയ്തിട്ട് വീണ്ടും മേലേക്ക് തന്നെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിലിപ്പോൾ ഇവിടെ ഒരു ചെറിയ ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്യുന്നുണ്ട്. അതിനെ റെസ്പെക്റ്റ് ചെയ്യുമോ ഇല്ല എന്നുള്ള അറിയില്ല. റെസ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ടാപ്പ് ചെയ്യുന്ന ശേഷം താഴേക്കാണ് വരേണ്ടത്. പക്ഷേ മാർക്കറ്റ് ഓവറോൾ ബുള്ളിഷും അടിയിലുള്ള ഹയർ ടൈം ഫ്രെയിമിൽ വലിയ ലെവൽസൊക്കെ എടുത്തിട്ട് ബുള്ളിഷായി കയറി വരുന്നതുകൊണ്ട് ചിലപ്പോൾ ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് ലിക്വിഡിറ്റി ഏരിയ ആണ് ഇന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ ലിക്വിഡിറ്റി ഏരിയയൊക്കെ ചിലപ്പോൾ നെഗ്ലക്റ്റ് ചെയ്തിട്ട് ഓവറോൾ ട്രെൻഡിനനുസരിച്ചിട്ട് മേലേക്ക് തന്നെ പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് താഴേക്കുള്ള ഒരു എൻട്രിക്ക് ഞാൻ അങ്ങനെ ഒരു പരിഗണന കൊടുക്കണില്ല. മേലേക്ക് തന്നെയാണ് നോക്കുന്നത്. പക്ഷേ മേലേക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ ഇനി താഴത്തെ ഏതെങ്കിലും ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യുമ്പോൾ മേലേക്ക് എടുക്കാൻ പറ്റുള്ളൂ. സോ വെയിറ്റിംഗ് ആണ്. എന്തായാലും സൈഡ് ബുള്ളിഷാണ്. ഞാൻ മേലേക്ക് തന്നെയാണ് എൻട്രി നോക്കുന്നത്. പ്രോപ്പറായിട്ടുള്ളൊരു എൻട്രി കിട്ടുകയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി പുട്ട് ഓപ്ഷൻ്റെ ഇതൊക്കെ മാറി മൊമെൻ്റൊക്കെ കൂടുതൽ വരികയാണ്, കോൾ ഓപ്ഷനിൽ മൊമെൻ്റ് കുറയാണ്, താഴേക്ക് തന്നെയുള്ള ഒരു ഫീലിംഗ് ഒക്കെ വരികയാണ്, ആ രീതിയിലൊക്കെ വരികയാണ്, മാർക്കറ്റ് കംപ്ലീറ്റ് ആയിട്ട് റിവേഴ്സ് ആവുകയാണെന്നുള്ള ഫീലിംഗ് ഒക്കെ വരികയാണെങ്കിൽ വേണമെങ്കിൽ ഒരു ട്രേഡ് താഴേക്ക് നോക്കാം. അങ്ങനെ താഴേക്ക് നോക്കുകയാണെങ്കിലും തൊട്ടടുത്ത ലിക്വിഡിറ്റി ഏരിയയ്ക്കും ടാർഗറ്റ് ആയിട്ട് വെക്കാം. എത്ര കുറവായാലും കുഴപ്പമില്ല, എത്ര കുറഞ്ഞ പോയിൻറ്റ്സ് ആയാലും കുഴപ്പമില്ല, തൊട്ടടുത്ത താഴെ ലിക്വിഡിറ്റി തന്നെ എക്സിറ്റ് ആവുന്നതായിരിക്കും അങ്ങനെ താഴേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ എന്തായാലും എൻട്രി വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇന്ന് ഒറ്റ ട്രേഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് ശേഷം വേറെ ട്രേഡൊന്നും എടുത്തില്ല. ഇവിടെ ഫ്ലാറ്റ് ട്രേഡിലാണ് നമ്മൾ രാവിലെ പറഞ്ഞ ഒരു ട്രേഡ് മാത്രമേ ഉള്ളൂ. 2000 രൂപ നമുക്ക് ലോസ് വന്നത്. എൻട്രി ടൈം 10:09 10:15 എക്സിറ്റ് ചെയ്ത ആ ഒറ്റ ട്രേഡ് മാത്രമേ ഉള്ളൂ. അതിനുശേഷം പ്രോപ്പറായിട്ടുള്ള വേറെ ലിക്വിഡിറ്റി കാര്യങ്ങളൊന്നും ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ഒന്നും മാർക്കറ്റ് ടാപ്പ് ചെയ്യില്ല. ഇത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. മാർക്കറ്റിൽ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ താഴേക്ക് വന്ന് വീണ്ടും അതിൻ്റെ ഒന്നും കൂടെ 50 മിനിറ്റിൽ അത്ര വന്നില്ല, ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ താഴേക്ക് മാത്രമേ വന്നുള്ളൂ. സോ അത് ആ ഒരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത് കുറച്ചൊന്ന് മേലേക്ക് കയറി പിന്നെ അവിടെ തന്നെ നിൽക്കുക ചെയ്ത് ഒരു കൺസോൾട്ടേഷൻ ഫേസ് ആണ്. ഇനി ഒരു ഓപ്ഷൻ ബയർക്ക് പറ്റിയ മാർക്കറ്റ് അല്ല. ചെറിയ രീതിയിൽ സ്കാൽപ്പിംഗ് എന്നുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേണം എടുക്കുക. പക്ഷേ അതിലും പ്രീമിയത്തിൽ വലിയ മൊമെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല, ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുള്ളൂ. ഓക്കെ, അതുകൊണ്ട് വേറെ എൻട്രിയും കാര്യങ്ങളൊന്നും ഇല്ല. ഇനി ഇങ്ങനത്തെ മാർക്കറ്റിൽ എൻട്രി എടുക്കാത്ത തന്നെയാണ് ഏറ്റവും നല്ലത്. കൺസോൾട്ടേറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്ന മാർക്കറ്റിൽ ചാടി ആവശ്യമില്ലാത്ത കുറേ എൻട്രി എടുത്തിട്ട് ആവശ്യമില്ലാത്ത കുറേ SL മേടിച്ചിരിക്കുകയാണ് നല്ലത്. പ്രോപ്പറായിട്ട് അടങ്ങി ഒതുങ്ങി അവിടെ ഇരിക്കുന്നതാണ്. എന്നിട്ട് നല്ല മൊമെൻ്റുള്ള ദിവസങ്ങളിൽ വരുമ്പോൾ നല്ല ലിക്വിഡിറ്റീസ് എടുക്കുമ്പം നല്ല ഡൈവർജൻസ് ഒക്കെ പ്രീമിയത്തിൽ കാണിക്കുമ്പോൾ നല്ല എൻട്രീസ് വരുന്ന സമയത്ത് എടുക്കുക. അതുവരെ വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്.
സോ ഇന്ന് ഒരു എൻട്രി ഉണ്ടേനി, അത് നമ്മളെ ടിപ്പിൽ SL അടിച്ച് ടാർഗറ്റിൽ പോയി. ഈ ട്രേഡാണ് ഇനി. അത് ടിപ്പിൽ SL അടിച്ചതിന് ശേഷം അത്യാവശ്യം മേലേക്ക് കയറി. അതിനുശേഷം വലിയ മൂവ്മെൻ്റ് ഒന്നും ഉണ്ടായില്ല. ഓക്കെ, സോ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ.